രുദ്രാക്ഷം സീസൺ 2. എടി ചിന്മയി, നിന്നോട് പച്ച മലയാളത്തിലല്ലേ ഞാൻ പറഞ്ഞത് ഈ വിവാഹത്തിൽ നിന്നും നീ പിന്മാറിയേക്കണമെന്ന്? എന്നിട്ട് എന്തിനാടി എല്ലാവരോടും നിനക്കെന്നെ വിവാഹം കഴിക്കാൻ സമ്മതമാണെന്ന് പറഞ്ഞേ? അർജുൻ അലറിക്കൊണ്ട് ചോദിക്കുന്നത് ചിന്മയി കേട്ടു. അവൾക്കാണെങ്കിൽ അവനോട് ഒരക്ഷരം പോലും മിണ്ടാൻ പറ്റാത്ത സ്ഥിതിയും. നാളെ ഡ്രസ്സ് എടുക്കാൻ നീ വന്നു പോയേക്കരുത്. എന്തെങ്കിലും കാരണം പറഞ്ഞ് ഒഴിവാകണം. ഈ വിവാഹം നടന്നിട്ടുണ്ടെങ്കിൽ നിന്റെ കഷ്ടകാലമാണെന്ന് നീ ഓർത്തോ? അപ്പോഴും പാവം ചിന്മയി ഒരക്ഷരം പോലും പറഞ്ഞില്ല. അയാൾ വെച്ചിട്ട് പോയോന്നറിയുവാനായി അർജുൻ തൻ്റെ ഫോണിലേക്ക് നോക്കി. എടി, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നീ കേട്ടല്ലോ. എനിക്ക് യാതൊരു കാരണവശാലും നിന്നെ വിവാഹം ചെയ്യാൻ സമ്മതമല്ല. എനിക്ക് നിന്നെ ഇഷ്ടവുമല്ല. എൻ്റെ സങ്കല്പത്തിലെ പെൺകുട്ടി അല്ല നീ. എനിക്കെൻ്റേതായ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട്. അതിനനുസരിച്ച് മാത്രമേ ഞാനൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കൂ. അല്ലാണ്ട് നിന്നെപ്പോലൊരു സാധനത്തെ എനിക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അർജുനേട്ടൻ തന്നെ ഈ കാര്യങ്ങൾ വീട്ടിൽ പറഞ്ഞു. അപ്പോൾ പ്രശ്നം തീർന്നില്ലേ? ചിമ്മുവിൻ്റെ വാക്കുകൾ അവൻ കേട്ടു. നീ പറഞ്ഞാൽ മതി. ഞാൻ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞാലും അവരാരും സമ്മതിക്കില്ല. അർജുനേട്ടൻ ഈ ബന്ധത്തിൽ താല്പര്യമില്ലെങ്കിൽ ഏട്ടൻ തന്നെ വീട്ടുകാരോട് പറയുക. എന്നിട്ട് ഒഴിഞ്ഞു മാറി പൊയ്ക്കോളൂ. ഞാൻ ഫോൺ വയ്ക്കുക. ഡി, നിനക്ക് വേറെ ആരെങ്കിലും ഇഷ്ടമുണ്ടെന്ന് നീ അവരോടങ്ങ് പറയേ. ദേ, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ഇത്ര നേരം നിങ്ങൾ പറയുന്നത് മര്യാദയുടെ ഭാഷയിലാണ് ഞാൻ കേട്ടു നിന്നത്. നിങ്ങൾ എന്താ എന്നെക്കുറിച്ച് കരുതിയേ? അങ്ങനെ കണ്ട ആണുങ്ങളെ പ്രേമിച്ച് നടക്കുന്ന യാതൊരുവിധ ദുസ്വഭാവവും എനിക്കില്ല. എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്നെ വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം. നിങ്ങൾ തന്നെ ഇതുപോലെ നിങ്ങളുടെ വീട്ടുകാരോട് പറഞ്ഞാൽ മതി. നിങ്ങളുടെ കോളേജിൽ ഇഷ്ടംപോലെ സ്റ്റുഡൻസും ടീച്ചേഴ്സും ഒക്കെ കാണില്ലേ? അവരെ ആരെയെങ്കിലും ഇഷ്ടമാണെന്ന് നിങ്ങളങ്ങ് പറയേ. എന്നിട്ട് ഈ വിവാഹത്തിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറിക്കോണം. ഇനി എന്നെ ഇക്കാര്യം വിളിച്ച് ശല്യപ്പെടുത്തിയേക്കരുത്. കോളേജിൽ നിന്ന് ഒരു വിവാഹാലോചന വന്നപ്പോൾ ഞാൻ എതിർത്തതുകൊണ്ടാണ് ഇത്രയും കോംപ്ലിക്കേഷൻസ് ഉണ്ടായത്. എങ്കിലത് സമ്മതമാണെന്ന് പറയും. ഡി, നീ എന്നെ അനുസരിപ്പിക്കാൻ നോക്കണ്ട. ഞാൻ പറയുന്നത് കേട്ടാൽ മതി. അർജുനേട്ടാ, ഞാനിവിടെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും ശരി, എൻ്റെ വീട്ടുകാർ ഏതാണ്ടൊക്കെ തീരുമാനിച്ച മട്ടാണ്. പിന്നെ അങ്ങനെ ആരെയും പ്രേമിച്ച് നടക്കുന്നവളല്ല ഞാൻ. അതും ഇവിടെ എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം. അർജുൻ വിളിച്ചിട്ട് അയാൾക്കൊരു പെണ്ണിനെ ഇഷ്ടമുണ്ടെന്നും ഈ വിവാഹത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോണമെന്നും എന്നോട് പറഞ്ഞെന്ന് ഞാനിവിടെ എല്ലാവരോടും പറയാം. അപ്പോൾ പ്രശ്നം സോൾവ് ആകും. ചിമ്മു ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ച പോലെ പറയുകയാണ്. വേണ്ട വേണ്ട, അങ്ങനെ പറയണ്ട. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗം ക്ലിയറാക്കി നിൽക്കണം. അഥവാ നാണം കെട്ടിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും എൻ്റെ തലയിലും. കൊള്ളാലോ, മാഷിന് ബുദ്ധിയുണ്ട്. ചിന്മയി അവനെ പരിഹസിച്ചു. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബക്കാരോട് എന്തെങ്കിലും പറയണമെങ്കിലാവാം, അല്ലാണ്ട് എന്നിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കണ്ട. അപ്പം നാളെ ഡ്രസ്സ് എടുക്കാൻ നീ വരുമെന്നാണോ? എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾ ഒഴിവാങ്ങുന്നെങ്കിൽ ഒഴിവായിക്കോ, അല്ലാണ്ട് എൻ്റെ ഭാഗത്തുനിന്ന് ഒന്നുമില്ല. ഓക്കെ, നീയപ്പോൾ എന്നെയും കൊണ്ടേ പോകൂ അല്ലേ? അതെ, അതിന് യാതൊരു മാറ്റവുമില്ല. ഡി, അലറണ്ട. സൗന്ദര്യമില്ലാത്തവളല്ലേ ഞാൻ? നിങ്ങളുടെ സങ്കല്പത്തിനൊത്തുള്ള പെണ്ണുമല്ല. എനിക്ക് ഹൈറ്റില്ല, നിറമില്ല, അതില്ല, ഇതില്ല. നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞേ? ഞാനൊരു പാവമായതുകൊണ്ട് എല്ലാം കേട്ടു നിന്നു. ഇനി അതുണ്ടാവില്ല. ഒരൊറ്റ ചാൻസ് കൂടി നിങ്ങൾക്ക് ഞാൻ തരുവാണ്. ഇതിൽ നിന്നും വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാം. അല്ലാണ്ട് ചിന്മയി വീട്ടുകാരോട് സ്വയം പറഞ്ഞ് ഒഴിവായി പോകുമെന്ന് നിങ്ങൾ കരുതണ്ട. അവൾ ഫോൺ കട്ട് ചെയ്തു. അർജുൻ വർദ്ധിച്ചു വന്ന കോപത്തോടെ ഫോൺ വലിച്ചെറിഞ്ഞു. അവൻ്റെ മനസ്സിൽ അവളോടുള്ള പക ആളിക്കത്തി. നിന്നെ ഞാൻ... അവൻ പല്ല് ഞെരിച്ചു. മോനെ, അമ്മ വിളിക്കുന്ന കേട്ട് അർജുൻ താഴേക്ക് ഇറങ്ങി വന്നു. ചായ കുടിക്കും മോനെ. അവർ ചായയും പലഹാരവും എടുത്തു വെച്ചിട്ടുണ്ട്. അർജുൻ ആരോടും ഒരക്ഷരം പോലും പറയാതെ ഇരുന്ന് ചായ കുടിച്ചു തീർത്തു. ഒരുപാട് തവണ ഡ്രസ്സ് എടുക്കാൻ പോകുവാനായി
അർജുനെ അച്ഛനും അമ്മയും ഒക്കെ മാറി മാറി വിളിച്ചു. എന്നാൽ അർജുൻ അത് ചെവിക്കൊണ്ടില്ല. കുറേയേറെ കാരണങ്ങൾ പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറി. ഒടുവിൽ സ്റ്റെല്ലയും ഇന്ദ്രനും കൂടിയാണ് പോയത്. ചിന്മയി പേടിച്ചു. സത്യത്തിൽ മന്ത്രകോടി എടുക്കാനായി വന്നത്. അർജുൻ്റെ ഭാഗത്തുനിന്ന് ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമായിരിക്കുമെന്നാണ് അവൾ കരുതിയത്. എന്നാൽ അവൻ എത്തിയിട്ടില്ലെന്നറിഞ്ഞതും പെണ്ണിന് ശ്വാസം നേരെ വീണു. അച്ഛനോടും അമ്മയോടുമൊക്കെ ഈ വിവാഹത്തിന് താല്പര്യമില്ലെന്ന് ആ രാത്രി മുഴുവൻ അവൾ പറഞ്ഞു. എന്നാൽ അർജുനെക്കുറിച്ചും അവൻ്റെ മാതാപിതാക്കളെക്കുറിച്ചുമുള്ള നന്മകൾ മാത്രമാണ് പ്രദീപും രേഷ്മയും ചിമ്മുവിനോട് മറുപടിയായി പറഞ്ഞത്. ഒന്നും മേലാത്ത അവസ്ഥയിലായിപ്പോയി പെണ്ണ്. അർജുൻ ഈ ബന്ധത്തോട് അത്ര താല്പര്യമില്ലെന്ന് പോലും അവൾ അമ്മയോട് അന്ന് രാത്രി കിടക്കുമ്പോൾ പറയുകയാണ്. അതൊക്കെ മോളുടെ തോന്നലാണെന്നും എല്ലാവരുടെയും മുമ്പിൽ വച്ചല്ലേ നിന്നെ വിവാഹം കഴിക്കാൻ സമ്മതമാണെന്ന് അർജുൻ അറിയിച്ചതെന്നും അമ്മ അവൾക്ക് മറുപടി കൊടുത്തു. അവരുടെ ആ ഒറ്റ വാചകത്തിൽ ചിന്മയ്ക്കൊന്നും പറയുവാനുമില്ല. അങ്ങനെയാണ് അടുത്ത ദിവസം കാലത്തെ അവളും കല്യാണ ഡ്രസ്സ് എടുക്കാനായി വന്നത്. അർജുന് കുറിച്ച് അത്യാവശ്യം പ്രോഗ്രാം ഉണ്ടെന്ന് ഇന്ദ്രൻ പറഞ്ഞു. അല്ലെങ്കിലും ഒട്ടും പ്രതീക്ഷിക്കാതെയല്ലേ കാര്യങ്ങളൊക്കെ ഇത്രത്തോളമായത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അർജുൻ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കുകയാണ്. പ്രദീപ് പറയുന്ന കേട്ടതും ഇന്ദ്രനും സ്റ്റെല്ലയും തലകുലുക്കി. അർജുനോട് സംസാരിക്കാനായി ഇന്ദ്രൻ്റെ മൊബൈൽ ഫോൺ പ്രദീപ് വാങ്ങി. അച്ഛനാണെന്ന് കരുതി അവൻ കോൾ അറ്റൻഡ് ചെയ്തു. മോനെ, ഞാൻ ചിന്മയുടെ അച്ഛനാണ്. ആ അങ്കിൾ. മോൻ ബിസിയാണെന്നറിയാം. ഞങ്ങളൊക്കെ കൂടി ഇവിടെ ഡ്രസ്സ് എടുക്കുവാനായി വന്നതാണ്. അറിഞ്ഞങ്കിൾ, എല്ലാവരും ഉണ്ടോ? ഉണ്ട് മോനെ. പിന്നെ കല്യാണ സാരി സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾ മോൻ്റെ ഫോണിലേക്ക് ഫോട്ടോ അയക്കാം. അല്ലെങ്കിൽ വേണ്ട, വീഡിയോ കോളിൽ വന്നാൽ മതി. അതാവുമ്പോൾ കറക്റ്റായിട്ട് അറിയാലോ. അങ്കിൾ, ഞാൻ ഇത്തിരി ബിസിയാണ്. അതെയോ? എങ്കിൽ പെട്ടെന്ന് തന്നെ ഞങ്ങൾ സാരി നോക്കാം. അങ്കിള്, എന്നിട്ട് മോനെ വീഡിയോ കോൾ ചെയ്യാം. അർജുൻ എന്തെങ്കിലും പറയും മുന്നേ പ്രദീപ് കോൾ കട്ട് ചെയ്തു. നമുക്ക് സാരി നോക്കാം. അർജുൻ നല്ല തിരക്കിലാണ്. മോളെ, ഇങ്ങി വരൂ. പ്രദീപ് മകളെ കൈ കാണിച്ചു വിളിച്ചു. സ്റ്റെല്ലയും രേഷ്മയും ശ്രീദേവിയും ഒക്കെ ചേർന്നാണ് പെൺകുട്ടിയോടൊപ്പം സാരി സെലക്ട് ചെയ്യാൻ നിൽക്കുന്നത്. സെയിൽസ് ഗേള് കുറേയേറെ സാരികൾ വിടർത്തിയിട്ടു. ചിമ്മുനാണെങ്കിൽ ഒന്നും കണ്ടിട്ട് മുഖം തെളിഞ്ഞില്ല. ആ സമയത്ത് ഇന്ദ്രൻ പ്രദീപ് പറഞ്ഞ പ്രകാരം അർജുനെ വീഡിയോ കോൾ ചെയ്തു. ക്യാരറ്റ് നിറമുള്ള ഒരു കാഞ്ചീപുരം പട്ടെടുത്ത് സെയിൽസ് ഗേൾ ചിമ്മുവിൻ്റെ തോളത്തേക്ക് അടുക്കി വയ്ക്കുകയാണ്. സത്യം പറഞ്ഞാൽ അത് ഉടുപ്പിച്ചപ്പോൾ ചിമ്മു ഒരു ദേവതയെപ്പോലെ സുന്ദരിയായി. മോളെ കാണിക്കാമെന്ന് പറഞ്ഞ് ഇന്ദ്രൻ ഫോണ് ചിന്മയുടെ നേർക്ക് ഉയർത്തി. പാവം പെണ്ണ്, അവൾക്ക് അർജുനെ നോക്കാൻ പോലും ഭയം. ഇവിടെ നോക്കും മോളെയെന്ന് പറഞ്ഞ് രേഷ്മ കളിയാക്കിയപ്പോൾ ചിന്മയി സങ്കടത്തോടെ ഫോണിൻ്റെ സ്ക്രീനിൽ നോക്കി. അവളെ ഇപ്പം തന്നെ തീർത്ത് കളയും എന്ന മട്ടിലാണ് അർജുൻ്റെ ഭാവം. മോനെ, ഈ സാരി ഇഷ്ടപ്പെട്ടോ? അമ്മ ചോദിക്കുന്ന കേട്ടതും അവന് കലി കയറി. അർജുൻ, ഈ സാരി എങ്ങനെയുണ്ട് മോനെ? ഇഷ്ടായോ? സ്റ്റെല്ല ചോദിച്ചതും അർജുൻ കൊള്ളാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അവൻ്റെ കോള് കട്ടായപ്പോഴാണ് ചിമ്മുവിന് സമാധാനമായത്. അങ്ങനെ ഒരു വലിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം എല്ലാവരും സന്തോഷത്തോടെ പിരിഞ്ഞുപോയി. അർജുൻ്റെ വിവാഹ ഡ്രസ്സ് എടുക്കുവാനായി കുട്ടികൾ രണ്ടാളും ഒരുമിച്ച് പോകട്ടെ എന്ന് ഇന്ദ്രൻ അഭിപ്രായപ്പെട്ടു. അർജുൻ, ഇനി എന്നാണ് ഫ്രീ ആകുന്നത്? അക്കാര്യത്തെക്കുറിച്ചൊരു പിടുത്തവുമില്ല. ഇവർക്കാണെങ്കിൽ തിരുവനന്തപുരത്ത് പോവുകയും വേണം. സ്റ്റെല്ല പറഞ്ഞപ്പോഴാണ് ഇന്ദ്രനും അക്കാര്യം ഓർത്തത്. കുഴപ്പമില്ല, നമുക്ക് സാഹചര്യം പോലെ ചെയ്യാം. ഇനിയിപ്പോൾ അധിക ദിവസങ്ങളുമില്ലല്ലോ, ഇന്ദ്രൻ പറഞ്ഞു. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് രാത്രി 8 മണിയോടെയാണ് ഇന്ദ്രനും സ്റ്റെല്ലയും തിരിച്ചെത്തിയത്. അർജുൻ അവൻ്റെ റൂമിലായിരുന്നു. സ്റ്റെല്ല കയറി ചെന്നപ്പോൾ അവൻ ഏതോ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. മോനി, നീ കോഫി കുടിച്ചായിരുന്നോ? കുടിച്ചു. അവൻ ബുക്ക് മടക്കി വെച്ചിട്ട് എഴുന്നേറ്റു. മോനി, ഒരു പാവം കുട്ടിയാണ് ചിമ്മു. അവളോട് ഇന്നാണല്ലോ ഏറെ സംസാരിക്കുന്നത്. ഒറ്റ മകളെ ഉള്ളെങ്കിലും ഒരുപാട് ലാളിച്ചൊന്നുമല്ല ആ കുട്ടിയെ വളർത്തിയിരിക്കുന്നത്. അങ്ങനെ വലിയ വാശിയില്ല കേട്ടോ, വെറും പാവാ. അമ്മ ചിന്മയെക്കുറിച്ച് വാചാലിയായി. അതൊക്കെ അർജുൻ കേട്ടതല്ലാതെ
പ്രത്യേകിച്ച് യാതൊരു അഭിപ്രായവും അവൻ പറഞ്ഞില്ല. നാളെ മോൻ ഫ്രീ ആണോ? എന്താമ്മേ? നിന്റെ കല്യാണ ഡ്രസ്സ് എടുക്കുവാനായി നിങ്ങൾ രണ്ടാളും കൂടി പോകും മോനെ. 2 ദിവസം കഴിഞ്ഞാൽ അവർ തിരുവനന്തപുരത്ത് മടങ്ങും. വിവാഹത്തിന് അധികം ദിവസവും ഇല്ലല്ലോ. ഞാൻ ഫ്രീ അല്ലമ്മേ. പിന്നെ എനിക്ക് അടുത്ത മാസം മുതൽ കോട്ടയത്തെ ഒരു കോളേജിലേക്ക് സ്ഥലം മാറ്റം കിട്ടി. കോട്ടയത്തോ? അപ്പോൾ ചിമ്മു ഓടി? എനിക്കെൻ്റെ ജോലി കളയാൻ പറ്റില്ലല്ലോ, പിന്നെന്ത് ചെയ്യും? എന്നാലും കല്യാണം കഴിഞ്ഞാൽ ഉടനെ തന്നെ നീ പോവാന്നൊക്കെ വെച്ചാൽ? ഇപ്പം പെട്ടെന്ന് കല്യാണം നടത്തണമെന്ന് നിങ്ങൾക്കല്ലായിരുന്നോ വാശി? സമയം കഴിഞ്ഞു പോകും മോനെ, അതുകൊണ്ടല്ലേ. എല്ലാം കൂടി നടക്കത്തില്ലമ്മേ. എനിക്കെൻ്റെ ജോലി കളയാനും പറ്റത്തില്ല. അവൾ ഇവിടുന്ന് കോളേജിൽ പൊക്കോളും, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിൽക്കട്ടെ. ശോ, നീ എന്തൊക്കെയാ പറയുന്നേ? രണ്ടാളും 2 സ്ഥലത്താണോ കഴിയേണ്ടത്? അതെല്ലാവർക്കും സങ്കടമുള്ള കാര്യമാണ്. കുളിയൊക്കെ കഴിഞ്ഞ ശേഷം ഇന്ദ്രൻ മുറിയിലേക്ക് വന്നപ്പോൾ സ്റ്റെല്ല ഈ കാര്യം ഇന്ദ്രനെ ധരിപ്പിച്ചു. എവിടെ ആണെങ്കിലും ശരി, രണ്ടാളും ഒരുമിച്ച് താമസിച്ചോണം മോനെ, ഇല്ലെങ്കിൽ ആ കുട്ടിക്ക് സങ്കടാകും. അവളോട് ഇവർക്ക് എന്തിനാണ് ഇത്ര അനുകമ്പയെന്ന് എത്ര ആലോചിച്ചിട്ടും അർജുന് പിടികിട്ടിയില്ല. അവൻ്റെ പല്ലുകൾ ഞെരിഞ്ഞു. തുടരും.